بسم الله الرحمن الرحيم. الحمد لله والصلاة والسلام على نبينا محمد وعلى آله وصحبه أجمعين، أما بعد. قال الإمام النجدي رحمه الله: باب قول الله تعالى: يظنون بالله غير الحق ظن الجاهلية يقولون هل لنا من الأمر من شيء قل إن الأمر كله لله يخفون في أنفسهم ما لا يبدون لك يقولون لو كان لنا من الأمر شيء ما قتلنا هاهنا قل لو كنتم في بيوتكم لبرز الذين كتب عليهم القتل إلى مضاجعهم وليبتلي الله ما في صدوركم وليمحص ما في قلوبكم والله عليم بذات الصدور ويعذب المنافقين والمنافقات والمشركين والمشركات الظانين بالله ظن السوء عليهم دائرة السوء وغضب الله عليهم ولعنهم وعد لهم جهنم وساءت مصيرا. ഈ ബാബ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് أراد بهذا الباب باب سوء الظن بالله، وباب سوء الظن بالله أنه يخل بالتوحيد. سوء الظن بالله مخل بالتوحيد. അള്ളാഹുവിനെ സംബന്ധിച്ചുള്ള മോശമായ വിചാരം അത് തൗഹീദിലുള്ള പോരായ്മയാണ്. അള്ളാഹുവിനെ സംബന്ധിച്ച് മോശമായി വിചാരിക്കുക. അല്ലാഹു തആല ഈ ആയത്തിൽ പറഞ്ഞതുപോലെ യظنون بالله غير الحق ظن الجاهلية, അള്ളാഹുവിനെ സംബന്ധിച്ച് ഹക്കല്ലാത്തത് അവർ വിചാരിച്ചു, മുനാഫിക്കീങ്ങൾ. يقولون هل لنا من الأمر من شيء, يقولون هل لنا من الأمر من شيء قل إن الأمر كله لله يخفون في أنفسهم ما لا يبدون لك يقولون لو كان لنا من الأمر شيء لو كان لنا من الأمر شيء ما قتلنا هاهنا. മുനാഫിക്കുകൾ പറഞ്ഞു ലൗ കാന ലനാ മിനൽ അംരി ഷൈ, കാര്യങ്ങളുടെ തീരുമാനത്തിൽ നമുക്ക് എന്തെങ്കിലും സ്വാധീനമുണ്ടായിരുന്നെങ്കിൽ, നമുക്കതിലെന്തെങ്കിലും പങ്കുണ്ടായിരുന്നെങ്കിൽ മാ ഖുതിൽനാ ഹാഹുന, നമ്മളിവിടെ വെച്ച് കൊല്ലപ്പെടുമായിരുന്നില്ല. ഖുൽ ലൗ കുൻതും ഫീ ബുയൂതികും, അല്ലാഹു തആല പറയുകയാണ് ഖുൽ ലൗ കുൻതും ഫീ ബുയൂതികും ലബറസൽ ലദീന കുതിബ അലൈഹിമുൽ ഖത്ലു ഇലാ മദാജിഇഹിം വലിയബ്തലി അല്ലാഹു മാ ഫീ സുദൂരികും വലിയുമഹിസ മാ ഫീ ഖുലൂബികും വല്ലാഹു അലീമുൻ ബിദാത്തിസ് സുദൂർ. അല്ലാഹുവിനെ സംബന്ധിച്ചിട്ടുള്ള മോശമായ വിചാരം അത് തൗഹീദിന്റെ സംഭവിക്കുന്ന ന്യൂനതയാണ്. വഹുസ്നുദ്ദൻ ബില്ലാഹി മിൻ കമാലി തൗഹീദ്, അല്ലാഹുവിനെ സംബന്ധിച്ചുള്ള നല്ല വിചാരം അത് തൗഹീദിന്റെ പൂർണ്ണതയിൽപ്പെട്ടതാണ്. അല്ലാഹുവിനെ സംബന്ധിച്ച് നല്ല വിചാരം ഉണ്ടായിരിക്കുക എന്നുള്ളത് തൗഹീദിന്റെ പൂർണ്ണതയാണ്. അല്ലാഹുവിനെ സംബന്ധിച്ച് മോശമായ വിചാരം ഉണ്ടാകുക എന്നുള്ളത് തൗഹീദിനുള്ള പോരായ്മയാണ്. വസൂഉദ്ദൻ ബില്ലാഹി മിൻ അഅമാലിൽ മുശ്രിക്കീൻ കമാ ദക്കറ അല്ലാഹു അസ്സ വജൽ, അല്ലാഹുവിനെ സംബന്ധിച്ച് മോശമായ വിചാരം ഉണ്ടാവുക എന്നുള്ളത് മുശ്രിക്കീങ്ങളുടെ അമലിൽപ്പെട്ടതാണ്, അതേപോലെ മുനാഫിക്കീങ്ങളുടെ അമലിൽപ്പെട്ടതാണ്. ഈ ആയത്തിൽ പറഞ്ഞതുപോലെ യظنون بالله غير الحق ظن الجاهلية, ജാഹിലിയത്തിന്റെ ظن, ഹക്കല്ലാത്ത ظنാണ് അവർക്ക് അല്ലാഹുവിനെ സംബന്ധിച്ചുണ്ടായിരുന്നത് മുനാഫിക്കീങ്ങൾക്ക്. അതേപോലെ സൂറത്തുൽ ഫത്ഹിൽ ആയത്തിൽ പറഞ്ഞു വൽ മുശ്രിക്കീന വൽ മുശ്രിക്കാത്തി ദ്വാനീന ബില്ലാഹി ظن السوء, മുശ്രിക്കീങ്ങളും മുശ്രിക്കാത്തായ സ്ത്രീകളും അല്ലാഹുവിനെ സംബന്ധിച്ച് മോശമായ വിചാരം വെക്കുന്നവരാണ്. അപ്പൊ അല്ലാഹുവിനെ സംബന്ധിച്ച് മോശമായ വിചാരം ഉണ്ടാകുക എന്നുള്ളത് മുനാഫിക്കീങ്ങളുടെയും മുശ്രിക്കീങ്ങളുടെയും സ്വഭാവത്തിൽപ്പെട്ടതാണ്.
فينبغي للإنسان أن يحسن الظن بربه തൻ്റെ റബ്ബിനെ കുറിച്ച് ഒരു മുഅ്മിൻ, ഒരു മനുഷ്യൻ എപ്പോഴും നല്ല വിചാരമുള്ളവനായിരിക്കണം. ലിഹദീസിൻ ലാ യമൂതന്ന അഹദുകും ഇല്ലാ വഹുവ യുഹ്സിനു الظن بربه. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലാ യമൂതന്ന അഹദുകും, നിങ്ങൾ ഒരാളും മരണപ്പെടരുത്, ഇല്ലാ വഹുവ യുഹ്സിനു الظن بربه, തൻ്റെ റബ്ബിനോട് ഹുസ്നുദ്ദൻ, നല്ല വിചാരമുണ്ടായിട്ടല്ലാതെ, ആ അവസ്ഥയിലല്ലാതെ നിങ്ങൾ ഒരാളും മരണപ്പെടരുത്. قال ابن القيم رحمه الله في الآية الأولى فسر هذا الظن بأنه سبحانه لا ينصر رسوله وأن أمره سيضمحل، وفسر بظنهم أن ما أصابهم لم يكن بقدر الله وحكمته. ഇമാം ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹ് അദ്ദേഹത്തിന്റെ സാദുൽ മആദ് എന്ന് പറഞ്ഞ കിതാബിൽ ഈ ആയത്തിന്റെ തഫ്സീറായി കൊണ്ട് പറഞ്ഞു, അതായത് ഒന്നാമത്തെ ആയത്ത്, യദുന്നൂന ബില്ലാഹി ഗൈറൽ ഹഖ് ദന്നൽ ജാഹിലിയ്യ, മുനാഫിക്കുകളുടെ അള്ളാഹുവിനെ സംബന്ധിച്ച സൂദുമായി ബന്ധപ്പെട്ട ഈ ആയത്തിന്റെ തഫ്സീറായി കൊണ്ട് പറഞ്ഞു, ഫുസ്സിറ ഹാദാ ദൻ ബിഅന്നഹു സുബ്ഹാന ലാ യൻസുറു റസൂലഹു, തന്റെ റസൂലിനെ അല്ലാഹു സുബ്ഹാനഹു വ തആല സഹായിക്കുകയില്ല എന്നാണ് മുനാഫിക്കുകൾ വിചാരിച്ചത്. അപ്പം മുനാഫിക്കുകൾ ഉഹുദിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അല്ലാഹു തആല സഹായിക്കുകയില്ല എന്ന് അള്ളാഹുവിനെ സംബന്ധിച്ച് മോശമായ വിചാരമുണ്ടായിരുന്നവർക്ക്, വഅന്ന അംറഹു സയദ്മഹിൽ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കാര്യം അത് അവസാനിക്കാറായിരിക്കുന്നു എന്നും മുനാഫിക്കുകൾ വിചാരിച്ചു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കാര്യം കാലഹരണപ്പെട്ടു പോകും, അത് അവസാനിക്കാൻ പോവുകയാണെന്ന് മുശ്രിക്കുകളും അഥവാ മുനാഫിക്കുകളും വിചാരിച്ചു. وأن أمره سيضمحل وفسر بظنهم, അതായത് അവരുടെ ظنുകൊണ്ട് അവരതിനെ വ്യാഖ്യാനിച്ചു, അന്നമാ അസ്വാബഹും ലം യകുൻ ബിഖദരില്ലാഹി വഹിക്മതിഹി, അതായത് അവരെ ബാധിച്ചിട്ടുള്ള മുസീബത്ത് അത് അള്ളാഹുവിന്റെ ഖദർ കൊണ്ടോ അവന്റെ ഹിക്മത്ത് കൊണ്ടോ അല്ല എന്നും അവര് ആ ഒരു തെറ്റായ ധാരണ അവർക്കുണ്ടായിരുന്നു. وقال رحمه الله وفسر بإنكار الحكمة, ഹിക്മത്തിനെ എതിർക്കലും, വഇൻകാരിൽ ഖദർ, ഖദറിനെ എതിർക്കലും അല്ലെങ്കിൽ അത് നിഷേധിക്കലും, വഇൻകാരി അൻ യുതിമ്മ അംറ റസൂലിഹി, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കാര്യത്തെ അല്ലാഹു തആല പൂർത്തീകരിക്കുമെന്നതിനെ എതിർക്കലും, വഅൻ യുദ്ഹിറഹു അല ദീനി കുല്ലിഹി, എല്ലാ ദീനിനുമേലും അത് അതിജയിച്ചു നിൽക്കും എന്നതിനെ എതിർക്കലും, وهذا هو ظن السوء الذي ظنه المنافقون والمشركون في سورة الفتح, ആ ظنായിരുന്നു, ആ മോശമായ വിചാരമായിരുന്നു മുനാഫിക്കുകളും മുശ്രിക്കീങ്ങളും വെച്ചു പുലർത്തിയിരുന്നത്. അല്ലാഹു തആലക്ക് ആ യുദ്ധവുമായി ബന്ധപ്പെട്ടൊരു ഹിക്മത്തുണ്ട്, ആ ഹിക്മത്തിനെ അവർ നിഷേധിച്ചു. അതേപോലെ ഖദറിനെ, അള്ളാഹുവിന്റെ ഖദറിനെ അവർ നിഷേധിച്ചു. അതേപോലെ അള്ളാഹുവിന്റെ റസൂലിന്റെ കാര്യത്തെ അള്ളാഹു തആല പൂർത്തീകരിച്ച് നൽകും എന്നതിനെ അവർ നിഷേധിച്ചു. ഇസ്ലാമിനെ മറ്റ് ദീനുകളെക്കാളും അള്ളാഹു തആല മുകളിലാക്കും, അതിന് വിജയം നൽകുമെന്ന് അവർ നിഷേധിച്ചു. അപ്പം ആ മോശമായ വിചാരമായിരുന്നു മുശ്രിക്കീങ്ങൾക്കും മുനാഫിക്കീങ്ങൾക്കും ഉണ്ടായിരുന്നത്. وإنما كان هذا ظن السوء لأنه ظن غير ما يليق به سبحانه وما يليق بحكمته وحمده ووعده الصادق. ഇതാണ് മോശമായിട്ടുള്ള വിചാരം, അള്ളാഹുവിനെ സംബന്ധിച്ചുള്ള മോശമായ വിചാരം ഇതാണ്. അതായത് അള്ളാഹു തആലക്ക് ചേർന്നതല്ലാത്ത ഒരു വിചാരമാണ് അവർ അള്ളാഹുവിനെ സംബന്ധിച്ച് വിചാരിച്ചത്. അള്ളാഹു സുബ്ഹാനഹു വ തആലക്ക് യോജിക്കാത്ത, അവന് ചേരാത്ത ഒരു വിചാരമാണ് മുനാഫിക്കുകളും മുശ്രിക്കുകളും അള്ളാഹുവിനെ സംബന്ധിച്ച് വിചാരിച്ചത്.
അള്ളാഹുവിന്റെ ഹിക്മത്തിനോ അവന്റെ ഹംദിനോ അവന്റെ സത്യസന്ധമായ വാഗ്ദാനത്തിനോ ചേരാത്ത തരത്തിലുള്ള മോശമായ വിചാരമായിരുന്നു. ഫമൻ ظن أنه يديل الباطل أي ينصر الباطل على الحق إدالة مستقرة يضمحل معها الحق أو أنكر أن يكون ما جرى بقضائه وقدره أو أنكر أن يكون قدره لحكمة بالغة يستحق عليها الحمد بل زعم أن ذلك لمشيئة مجردة فذلك ظن الذين كفروا فويل للذين كفروا من النار. എന്നിട്ട് അദ്ദേഹം പറയുകയാണ് فمن ظن أنه يديل الباطل على الحق അല്ലാഹു സുബ്ഹാനഹു വ തആല ഹക്കിനെതിരായി കൊണ്ട് ബാത്തിലിനെ സഹായിക്കുമെന്ന് ആരാണോ വിചാരിക്കുന്നത്, ഇദാലത്തൻ മുസ്തഖിറ അതായത് എന്നേക്കുമായി കൊണ്ട് ഹക്കിന്റെ മേലെ ബാത്തിലിന് ആധിപത്യം നൽകും എന്നാരാണോ വിചാരിക്കുന്നത്, ആ ബാത്തില് കാരണം സത്യം ഹക്ക് അത് കാലഹരണപ്പെട്ടു പോകും എന്നാരാണ് വിചാരിക്കുന്നത്, അല്ലെങ്കിൽ കാര്യങ്ങൾ നടക്കുന്നത് അള്ളാഹുവിന്റെ ഖദായിനാലും ഖദറിനാലും ആണ് എന്നതിനെ ആരാണോ നിഷേധിക്കുന്നത്, അല്ലെങ്കിൽ അവന്റെ ഖദർ അവന്റെ ഹംദിനും പര്യാപ്തമാകുന്ന തരത്തിലുള്ള സമ്പൂർണമായ ഹിക്മത്തോടു കൂടിയുള്ളതാണ് എന്നതിനെ നിഷേധിക്കുന്നത് ആരാണോ, അതല്ല നേരെ മറിച്ച് വെറും കേവലമായ ഇച്ഛ കൊണ്ടാണ് അത് സംഭവിക്കുന്നത് എന്നാരാണോ വിചാരിക്കുന്നത്, അതാണ് യഥാർത്ഥത്തിൽ സത്യനിഷേധികളുടെ വിചാരം. ഫദാലിക ദുന്നുല്ലദീന കഫറു ഫവൈലുൽ ലില്ലദീന കഫറു മിനന്നാർ. അപ്പോൾ തീർച്ചയായും ആ സത്യനിഷേധികൾക്ക് കാഫിര്യങ്ങൾക്ക് നരകത്തിലുള്ള ശിക്ഷയാണ് ഉണ്ടായിരിക്കുക. നരകത്തിൽ അവർക്ക് കനത്ത നാശമായിരിക്കും. وقال رحمه الله وأكثر الناس يظنون بالله ظن السوء فيما يختص بهم وفيما يفعله بغيرهم ولا يسلم من ذلك إلا من عرف الله وأسماءه وصفاته وموجب حكمته وحمده. എന്നിട്ട് ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹ് പറയുകയാണ്, മനുഷ്യരിൽ ജനങ്ങളിൽ അധികം ആളുകളും വിചാരിക്കുന്നത്, അതായത് അധിക പേരും അവരെ മാത്രം ബാധിക്കുന്ന കാര്യങ്ങളിലും മറ്റുള്ളവരാൽ അവരിൽ അല്ലാഹു തആല നടത്തുന്ന കാര്യങ്ങളിലും അല്ലാഹുവിനെ കുറിച്ച് മോശമായ ധാരണ വെച്ച് പുലർത്തുന്നവരാണ്. അപ്പൊ അവർക്ക് എന്തെങ്കിലും ബാധിക്കുകയാണെങ്കിൽ ആ കാര്യത്തിലും, ഇനി മറ്റു ജനങ്ങൾക്ക് എന്തെങ്കിലും ബാധിക്കുകയാണെങ്കിൽ ആ കാര്യത്തിലും അല്ലാഹുവിനെ കുറിച്ച് മോശമായ വിചാരമാണ് അവർക്കുള്ളത്. വലാ യുസ്ലം മിൻ ദാലിക ഇല്ലാ മൻ അറഫ അല്ലാഹു വഅസ്മാഅഹു വസിഫാതിഹി. ആ കാര്യത്തിൽ നിന്ന് ആരും രക്ഷപ്പെടുകയില്ല ആരൊഴിച്ച് അള്ളാഹുവിനെ മനസ്സിലാക്കിയവൻ, അള്ളാഹുവിന്റെ അസ്മാകളെയും അള്ളാഹുവിന്റെ സിഫാത്തുകളെയും മനസ്സിലാക്കിയവൻ മാത്രം. വമൂജിബ് ഹിക്മതിഹി വഹംദി, അള്ളാഹുവിന്റെ ഹിക്മത്തും അള്ളാഹുവിന്റെ ആ കാര്യത്തിലുള്ള ഹിക്മത്തും എല്ലാം മനസ്സിലാക്കിയവൻ മാത്രമേ ആ കാര്യത്തിൽ നിന്ന് സുരക്ഷിതനായിട്ടുള്ളൂ. فليعتني اللبيب الناصح لنفسه بهذا وليتوب إلى الله ويستغفره من ظنه بربه ظن السوء. അതുകൊണ്ട് തന്നെ ഒരു നാസിഹായ സത്യസന്ധമായ ഒരു നസീഹത്തുള്ള ഗുണകാംക്ഷയുള്ള സ്വന്തം ശരീരത്തോട് ഗുണകാംക്ഷയുള്ള ബുദ്ധിയുള്ള ഒരുവനെ സംബന്ധിച്ചിടത്തോളം ഈ കാര്യത്തെ അവൻ പരിഗണിക്കേണ്ടതാണ്. അല്ലാഹു തആലയോട് അവൻ തൗബ ചെയ്ത് മടങ്ങേണ്ടതാണ്. അള്ളാഹുവിനെ കുറിച്ചിട്ടുള്ള മോശമായ വിചാരവും മോശമായ ധാരണയും അവൻ വെച്ചതിൽ അള്ളാഹുവിനോട് അവൻ പാപമോചനം തേടണം. ولو فتشت من فتشت لرأيت عنده تعنتا على القدر وملامة له وأنه كان ينبغي أن يكون كذا وكذا فمستقل ومستكثر وفتش نفسك هل أنت سالم. ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹ് പറയുകയാണ്, നീ പല ആളുകളെയും പരിശോധിച്ചു കഴിഞ്ഞാൽ അള്ളാഹുവിന്റെ ഖദറിനോടുള്ള അവരുടെ ആക്ഷേപവും അവരുടെ ധിക്കാരവും നിനക്ക് അവരിൽ കാണാൻ സാധിക്കും.
ഈ ആളുകൾ പറയും കാര്യങ്ങള് ഇന്ന പോലെയായിരുന്നു വേണ്ടിയിരുന്നത്, ഇങ്ങനെയായിരുന്നു കാര്യങ്ങൾ വേണ്ടിയിരുന്നത് എന്നവർ പറയും. യഥാർത്ഥത്തിൽ അത് അള്ളാഹുവിന്റെ ഖദറിനോടുള്ള ആക്ഷേപമാണ്, അള്ളാഹുവിനെ കുറിച്ചിട്ടുള്ള മോശമായ വിചാരമാണ്. അള്ളാഹുവിന്റെ ഖദറിനോടുള്ള ആക്ഷേപത്തിലും ധിക്കാരത്തിലും പെട്ടതാണ് ഈ സംസാരം. കാര്യങ്ങൾ ഇങ്ങനെയായിരുന്നു വേണ്ടിയിരുന്നത് യഥാർത്ഥത്തിൽ എന്നുള്ള സംസാരം. ഇത് ചില ആളുകളിൽ കൂടുതലാണ്, ചില ആളുകളിൽ കുറവായിരിക്കും. അതിനാൽ ഫത്തിഷ് നഫ്സക്, നീ സ്വന്തത്തെ പരിശോധിക്കുക, സ്വയം നീ കാര്യങ്ങൾ നിന്റെ കാര്യത്തെ നീ പരിശോധിക്കുക. ഹൽ അൻത സാലിം, നീ ഈ ഒരു കാര്യത്തിൽ നിന്ന് സുരക്ഷിതനാണോ, അള്ളാഹുവിന്റെ ഖദറിനെ ആക്ഷേപിക്കുന്നവരിൽ നിന്ന് സുരക്ഷിതനാണോ നീ എന്ന് നീ സ്വയം പരിശോധിക്കുക. ഫൈൻ തൻജു മിൻഹാ തൻജു മിൻ ദി അദീമ, ഈ കാര്യത്തിൽ നിന്ന് നീ സുരക്ഷിതനായി കഴിഞ്ഞാൽ നീ വളരെ വലിയ ഒരു കാര്യത്തിൽ നിന്നാണ് രക്ഷപ്പെടുന്നത്, ഗുരുതരമായ ഒരു കാര്യത്തിൽ നിന്ന് നീ രക്ഷപ്പെട്ടു. വഇല്ല ഫഇന്നി ലാ ഇഖാല നാജിഹ, നേരെ മറിച്ചാണെങ്കിൽ വഇല്ല ഫഇന്നി ലാ ഇഖാലുക നാജിയ, നീ ഒരിക്കലും ആ കാര്യത്തിൽ നിന്ന് നീ രക്ഷപ്പെട്ടവനല്ല എങ്കിൽ, നീ ആ കാര്യത്തിൽ നിന്ന് രക്ഷപ്പെട്ടിട്ടില്ല എങ്കിൽ ഒരിക്കലും നീ രക്ഷപ്പെട്ടവനാകുന്നതല്ല. അല്ലെങ്കിൽ ആ കാര്യത്തിൽ നിന്ന് രക്ഷപ്പെട്ടവനായിക്കൊണ്ട് ഞാൻ നിന്നെ കരുതുന്നില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ഖദറിലുള്ള ആക്ഷേപം, ഖദറിനെ ആക്ഷേപിക്കുക, ഖദറിനെ ധിക്കരിക്കുക എന്നുള്ളത് അല്ലാഹു തആലയെ കുറിച്ച് മോശമായ വിചാരം വെച്ച് പുലർത്തുന്നതിൽപ്പെട്ടതാണ്. അപ്പൊ അത് യഥാർത്ഥത്തിൽ മുനാഫിക്കുകളുടെയും മുശ്രിക്കുകളുടെയും സ്വഭാവത്തിൽപ്പെട്ടതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഹക്കിനെതിരെ ബാത്തിലിനെ സഹായിക്കും ശാശ്വതമായി കൊണ്ട് എന്നൊരാൾ വിചാരിച്ചു കഴിഞ്ഞാൽ അള്ളാഹുവിനെ സംബന്ധിച്ച് മോശമായ വിചാരം വെക്കലാണ്. അന്നല്ലാഹ യുദീല യൻതസിറ അൽ ബാതിൽ അലൽ ഹഖ് ലാകിൻ റബ്ബമാ യൻതസിറ അൽ ബാതിൽ. ചില സന്ദർഭങ്ങളിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഹക്കിനെതിരെ ബാത്തിലിനെ സഹായിക്കും. ചില സന്ദർഭങ്ങളിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രത്യേകിച്ച് യുദ്ധസമയത്തും മറ്റും, യുദ്ധത്തിന്റെ സന്ദർഭങ്ങളിലും മറ്റും ചില സന്ദർഭത്തിൽ അല്ലാഹു തആല ഹക്കിനെതിരെ ബാത്തിലിനെ സഹായിക്കും, ബാത്തിലിന്റെ ആളുകളെ സഹായിക്കും. അതെന്തുകൊണ്ടാണ്? ബലാഅൻ വബ്തിലാൻ, അവർക്കൊരു പരീക്ഷണമായിക്കൊണ്ട്, ഹക്കിന്റെ ആളുകൾക്കൊരു പരീക്ഷണമായിക്കൊണ്ട്, ബാത്തിലിന്റെ ആളുകളെ പരീക്ഷിക്കാൻ വേണ്ടി. വലൗ യശാ അല്ലാഹു ലൻതസറ മിൻഹും വലാകിൻ ലിയബ്ലുവ ബഅദകും ബിബഅദ്, ചിലരെ കൊണ്ട് നിങ്ങളെ കൊണ്ട് മറ്റു ചിലരെ പരീക്ഷിക്കാൻ, അല്ലെങ്കിൽ ചിലരെ കൊണ്ട് മറ്റു ചിലരെ പരീക്ഷിക്കാൻ വേണ്ടി അല്ലാഹു സുബ്ഹാനഹു വ തആല അങ്ങനെ ചെയ്യും. വലൗ യശാ അല്ലാഹു ലൻതസറ മിൻഹും വലാകിൻ ലിയബ്ലുവ ബഅദകും ബിബഅദ്. അല്ലാഹു തആല ഉദ്ദേശിച്ചിരുന്നെങ്കിൽ ഈ നിങ്ങളുടെ ശത്രുക്കളുടെ നേരെ അല്ലാഹു തആല ശിക്ഷാ നടപടി സ്വീകരിക്കുമായിരുന്നു. പക്ഷേ നിങ്ങളിൽ ചിലരെ മറ്റു ചിലരെ കൊണ്ട് പരീക്ഷിക്കുന്നതിനായിട്ട് അല്ലാഹു തആല എന്ത് ചെയ്യും? ചില സന്ദർഭങ്ങളിൽ ബാത്തിലിന്റെ ആളുകളെ ഹക്കിന്റെ ആളുകൾക്കെതിരിൽ വിജയിപ്പിക്കും, അല്ലെങ്കിൽ ഹക്കിന്റെ ആളുകൾക്കെതിരിൽ ബാത്തിലിന് സഹായിക്കും. ലാകിൻ അല്ലദീ യظن അന്ന അൽ ബാത്തിൽ മൻസൂർ അലൽ ഹഖ് ദായിമൻ ഔ സയൻതസിർ അലൽ ഹഖ് ദായിമൻ ഫല. നേരെ മറിച്ച് ഒരു വ്യക്തി വിചാരിക്കുകയാണ് എല്ലാ സമയവും ബാത്തിൽ ഹക്കിനെതിരെ സഹായിക്കപ്പെടും, എല്ലാ സമയത്തും അങ്ങനെയാണ് വിചാരിച്ചാൽ അത് ആ വിചാരം ബാത്തിലാണ്, അള്ളാഹുവിനെ സംബന്ധിച്ച മോശമായ ധാരണയിൽപ്പെട്ടതാണത്. അല്ലെങ്കിൽ അള്ളാഹു തആലയുടെ ഖദാ സംഭവിക്കുന്ന ഖദായിലും ഖദറിനും എതിരായിക്കൊണ്ട് ഒരു വ്യക്തി അതിനെതിർത്തുകൊണ്ട് സംസാരിക്കുക. യാനി അഅ്തഖിദ് അന്ന മാ ജറാ ലൈസ ബിഖദാഇ ഇല്ല വഖദർ, ഈ സംഭവിക്കുന്നത് അല്ലാഹുവിന്റെ ഖദായിലും ഖദറിലും പെട്ടതല്ല എന്നൊരാൾ വിശ്വസിക്കുകയാണ്. ഔ അൻകറ അൻ യകൂന ഖദറുഹു ലിഹിക്മത്തിൻ യസ്തഹിഖുൽ ഹംദ അലൈഹ അയ അൻകറ അൻ യകൂന മാ ഖദ്ദറഹു അല്ലാഹു അലാ ഔലിയാഇ മിനൽ ബലാ അന്നഹു ലൈസ ലിഹിക്മത്തിൻ ബാലിഗ. അല്ലാഹു തആലയുടെ ഔലിയാക്കൾ, ആ ഔലിയാക്കൾക്ക് സംഭവിക്കുന്ന പരീക്ഷണങ്ങളും അവരുടെ ബുദ്ധിമുട്ടുകളും അല്ലെങ്കിൽ മുസീബത്തും അള്ളാഹുവിന്റെ പൂർണ്ണമായ ഹിക്മത്തും കൊണ്ടും അള്ളാഹിന്റെ ഖദർ കൊണ്ടുമല്ല, അതിനെതിർത്തുകൊണ്ട് ഒരാൾ സംസാരിക്കുന്നവരെ വിശ്വസിക്കുന്നു. ബൽ ജഅമ അന്ന ദാലിക ലിമശിയത്തിൻ മുജറദ, നേരെ മറിച്ച് വെറും ഒരു ഇച്ഛയുടെ അടിസ്ഥാനത്തിൽ മാത്രമാണ് സംഭവിക്കുന്നതെന്ന് അവർ വാദിക്കുന്നു. അതെല്ലാം അള്ളാഹുവിനെ സംബന്ധിച്ചുള്ള മോശമായ വിചാരമാണ്. ഇത്തരത്തിലുള്ള വിചാരമാണ് മുശ്രിക്കീങ്ങളും മുനാഫിക്കുകളും വെച്ച് പുലർത്തിയിരുന്നത്.
ഇമാം ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹ് അദ്ദേഹത്തിന്റെ സംസാരം ഓരോ മുവഹിദിനും ഓരോ മുഅ്മിനെ സംബന്ധിച്ചിടത്തോളം ചിന്തിക്കേണ്ടതാണ്. അതേപോലെ തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആലയിലേക്ക് തൗബ ചെയ്ത് മടങ്ങേണ്ടതാണ്. അള്ളാഹുവിനെ സംബന്ധിച്ച് മോശമായ വിചാരം വെച്ച് പുലർത്തിയതിൽ അതിൽ ഖേദിച്ചുകൊണ്ട് അള്ളാഹുവിലേക്ക് തൗബ ചെയ്യേണ്ടതാണ്. وقد تقدم أن الواجب على العبد أن يحسن الظن بالله دائما وأبدا. ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം എല്ലാ സമയത്തും അള്ളാഹുവിനെ സംബന്ധിച്ച നല്ല വിചാരമാണ് അവനുണ്ടായിരിക്കേണ്ടത്. ولذلك جاء في الحديث أنا عند أي قال الله عز وجل أنا عند ظن عبدي به وأنا معه إذا دعاني. അല്ലാഹു തആല ഈ ഹദീസിൽ പറഞ്ഞു അന ഇൻദ ظن عبدي به. ഒരടിമ എന്നെ സംബന്ധിച്ച് എന്ത് വിചാരിക്കുന്നു ആ വിചാരത്തിന്റെ അടിസ്ഥാനത്തിലായിരിക്കും ഞാൻ. അവൻ എന്നോട് ദുആ ചെയ്താൽ ഞാൻ അവന്റെ കൂടെയായിരിക്കും. അള്ളാഹുവിനെ സംബന്ധിച്ച് ആരാണോ ഖൈർ വിചാരിക്കുന്നത് അള്ളാഹു തആല അവന് ഖൈർ നൽകും. ആരാണോ അള്ളാഹുവിനെ സംബന്ധിച്ച് മോശമായ വിചാരം വെച്ച് പുലർത്തുന്നത് അവന് തീർച്ചയായും ഷർറായിരിക്കും ഉണ്ടാകുക. അല്ലാഹു തആലയെ കുറിച്ച് ഒരടിമ എന്ത് വിചാരിക്കുന്നോ വഅന ഇൻദ ظن عبدي به എന്നാണ് അല്ലാഹു തആല പറഞ്ഞതിനർത്ഥം. ഒരടിമ എന്നെ കുറിച്ച് എന്ത് വിചാരിക്കുന്നോ അവന്റെ അടുക്കൽ ഞാൻ അങ്ങനെ ആയിരിക്കും. ഫമൻ ظن بالله خيرا اعطاه الله خيرا. ആര് അല്ലാഹു തആലയെ കുറിച്ച് ഖൈറായത് വിചാരിച്ചോ അവൻ അല്ലാഹു തആല ഖൈർ നൽകും. വമൻ ظن بالله سوءا لقي السوء والشر. ആര് അല്ലാഹു തആലയെ കുറിച്ച് മോശം വിചാരിച്ചോ അള്ളാഹിനെ സംബന്ധിച്ച് മോശമായ ധാരണ വെച്ചോ അവന് ഷർറിനെ കണ്ടുമുട്ടും. വഫിൽ ഹദീസിൽ ആഖർ ലാ യമൂതന്ന അഹദുകും ഇല്ലാ വഹുവ യുഹ്സിനു الظن بالله عز وجل. അള്ളാഹുവിനെ സംബന്ധിച്ച് നല്ല വിചാരം വെച്ചുകൊണ്ടല്ലാതെ നിങ്ങൾ ഒരാളും മരണപ്പെടരുത്. ഒരാൾക്കും എവിടെ വെച്ചാണ് അവൻ മരണപ്പെടുക എപ്പോഴാണ് മരണപ്പെടുക എന്ന് അറിയാൻ സാധിക്കുന്നതല്ല. അതുകൊണ്ട് തന്നെ ഓരോ മുഅ്മിന്റെ മേലും അള്ളാഹുവിനെ സംബന്ധിച്ച് എല്ലായ്പ്പോഴും നല്ല വിചാരമായിരിക്കണം ഉണ്ടായിരിക്കേണ്ടത്. സദാസമയം അള്ളാഹുവിനെ സംബന്ധിച്ച ഹുസ്നുൽ ദൻ ആയിരിക്കണം അവനുണ്ടായിരിക്കേണ്ടത്. വഹുസ്നുൽ ദൻ ഇമ്മാ ബിഅഖ്ദാരില്ലാഹിൽ ഖൗനിയ്യ ഔ ബിഇറാദതി ശർഇയ്യ. അള്ളാഹുവിന്റെ കൗനിയായ ഖദറുകൾ ആ ഖദറിലും അവന് ഹുസ്നുൽ ദൻ ആയിരിക്കണം. ശർഇ ആയിട്ടുള്ള അള്ളാഹുവിന്റെ ഇറാദത്ത് അള്ളാഹുവിന്റെ ഉദ്ദേശങ്ങൾ അതിലും അവന് നല്ല വിചാരമായിരിക്കണം അള്ളാഹുവിനെ സംബന്ധിച്ചുണ്ടായിരിക്കേണ്ടത്. അള്ളാഹുവിന്റെ കൗനിയായിട്ടുള്ള ഖദറുകൾ എന്ന് പറഞ്ഞാൽ കൗനുമായി ബന്ധപ്പെട്ടത് ഈ പ്രപഞ്ചവുമായി ബന്ധപ്പെട്ട അള്ളാഹുവിന്റെ ഖദർ അതിലും അള്ളാഹുവിനെ സംബന്ധിച്ച് നല്ല വിചാരം അവനുണ്ടായിരിക്കണം. അതായത് ഉലമാക്കൾ പറയുന്നു അൻ തഅലമ അന്ന കുല്ലമാ ഖദ്ദറഹുല്ലാഹു അലൈക. അല്ലാഹു തആല നിനക്ക് എന്തെല്ലാം കാര്യങ്ങൾ ഖദറാക്കിയിട്ടുണ്ടോ അയ്യുഹൽ മുഅ്മിൻ അന്ന അല്ലാഹ അസ്സ വജല്ല യുരീദു ബിക്കൽ ഖൈർ വൽ ആഖിബൽ ഹുസ്ന. തീർച്ചയായും അല്ലാഹു തആല അതുകൊണ്ട് നിനക്ക് ഖൈറാണ് ഉദ്ദേശിച്ചിട്ടുള്ളത്, ഏറ്റവും നല്ല പര്യവസാനമാണ് അല്ലാഹു തആല നിനക്ക് ഉദ്ദേശിച്ചിട്ടുള്ളത് എന്ന് നീ മനസ്സിലാക്കണം. അല്ലാഹു തആല നിനക്ക് രോഗം ഖദറാക്കി, ഏതെങ്കിലും ഒരു രോഗം അല്ലാഹു തആല നിനക്ക് ഖദറാക്കി, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു അപകടം നിനക്ക് ഖദറാക്കി. അല്ലാഹു തആല നിനക്ക് എന്ത് സംഗതികൾ ഖദറാക്കിയിട്ടുണ്ടോ ആ ഖദറാക്കിയത് കൊണ്ട് അല്ലാഹു തആല നിനക്ക് ഖൈറാണ് ഉദ്ദേശിച്ചിട്ടുള്ളത്. നിന്റെ നല്ല പര്യവസാനമാണ് മരണപ്പെടുമ്പോൾ ഈമാനോടുകൂടി മരണപ്പെടുക. അങ്ങനെയാണ് അല്ലാഹു തആല തനിക്ക് ഉദ്ദേശിച്ചിട്ടുള്ളത് എന്ന വിചാരമായിരിക്കണം അവനുണ്ടായിരിക്കേണ്ടത്. അതാണ് കൗനിയായിട്ടുള്ള ഖദറിലുള്ള ഹുസ്നുൽ ദൻ. അപ്പോ ബാഹ്യമായിക്കൊണ്ടത് പരീക്ഷണമായിരിക്കും, അല്ലെങ്കിൽ പ്രയാസവും ക്ഷീണവും ചിലപ്പോൾ പരാജയമായിരിക്കും. പക്ഷേ അല്ലാഹു സുബ്ഹാനഹു വ തആല ആ ഖദർ കൊണ്ട് നിനക്ക് ഉദ്ദേശിച്ചിട്ടുള്ളത് ഖൈറാണ്. അതേപോലെ തന്നെ ഹുസ്ന നല്ലൊരു പര്യവസാനമാണ് അല്ലാഹു തആല നിനക്ക് ഉദ്ദേശിച്ചിട്ടുള്ളത് എന്ന വിചാരമായിരിക്കണം നിനക്ക് അള്ളാഹുവിനെ കുറിച്ചുണ്ടായിരിക്കേണ്ടത്. അല്ലാഹു തആല നിനക്ക് രോഗം തന്നിട്ടുണ്ടെങ്കിൽ, രോഗം അല്ലെങ്കിൽ ഒരു മുസീബത്ത് ബാധിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അള്ളാഹുവിന്റെ ഖദറിനെ കുറിച്ച് മോശമായി വിചാരിക്കലല്ല, നേരെ മറിച്ച് അതുകൊണ്ട് അല്ലാഹു തആല നിനക്ക് ഖൈറാണ് ഉദ്ദേശിച്ചിരിക്കുക എന്ന് വിചാരിക്കണം. വസ്സഹാബത്തു റളിയല്ലാഹു അൻഹും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സഹാബത്ത് അവരെ സംബന്ധിച്ച് അല്ലാഹു തആല പറഞ്ഞു, ഹുനൈൻ യുദ്ധത്തിൽ വെച്ച് അവരെ വിചാരം എന്തായിരുന്നു? സഹാബികളുടെ വിചാരം അല്ലാഹു തആല പറഞ്ഞു, ഇദാ അജബത്കും കസറത്കും. അവരുടെ എണ്ണപ്പെരുപ്പത്തിൽ അവർ ആഹ്ലാദം കൊണ്ടു, അവരുടെ എണ്ണപ്പെരുപ്പത്തിൽ അവര്
ആശ്ചര്യപ്പെട്ടു, അത്ഭുതപ്പെട്ടു. അല്ലാഹു തആല അവരുടെ മനസ്സുകളിലുള്ളത് ഇന്നതാണെന്ന് മനസ്സിലാക്കി. പിന്നെ ആയത്തിന് അവസാനത്തിൽ അല്ലാഹു തആല പറഞ്ഞതാണ് സുമ്മ വല്ലൈതും മുദ്ബിരീൻ, അവരെന്ത് ചെയ്തു? പിന്തിരിഞ്ഞോടി. അപ്പൊ സ്വന്തം ആളുകളുടെ എണ്ണപ്പെരുപ്പത്തിൽ ആഹ്ലാദം കൊണ്ടുകയും അങ്ങനെ അല്ലാഹു തആലയുടെ ഖദറിനെ അവർ മറന്നു പോവുകയും ചെയ്തപ്പോൾ അവർക്ക് ഉണ്ടായത് എന്താണ്? പരാജയമാണ്. സുമ്മ വല്ലൈതും മുദ്ബിരീൻ, അവർ പിന്തിരിഞ്ഞോടി. അപ്പൊ സ്വന്തം നഫ്സിലേക്കാണ് അവര് കാര്യങ്ങൾ എന്ത് ചെയ്ത് മടക്കിയത് അല്ലെങ്കിൽ ബരമേൽപ്പിച്ചത്. അല്ലാഹു തആല ബരമേൽപ്പിക്കേണ്ടതിന് പകരം എണ്ണപ്പെരുപ്പത്തിൽ അവർ ബരമേൽപ്പിച്ചു. അങ്ങനെ ആ തെറ്റ് അവർ മനസ്സിലാക്കിയതിനു ശേഷം അല്ലാഹു തആല അവരുടെ കാര്യത്തിൽ എന്ത് പറഞ്ഞു? സുമ്മ അൻസലല്ലാഹു സകീനതഹു അലാ റസൂലിഹി വഅലൽ മുഅ്മിനീൻ വഅൻസല ജുനൂദൻ ലം തറൗഹാ വഅദ്ദബ അല്ലദീന കഫറൂ വദാലിക ജസാഉൽ കാഫിരീൻ. അതിനുശേഷം അല്ലാഹു സുബ്ഹാനഹു വതആല അവന്റെ സക്കീനത്ത്, അവന്റെ സമാധാനം റസൂലിന്റെ മേലും മുഅ്മിനീങ്ങളുടെ മേലും ഇറക്കി. അതേപോലെ തന്നെ അവർക്ക് കാണാൻ സാധിക്കാത്ത സൈന്യങ്ങളെയും അല്ലാഹു സുബ്ഹാനഹു വതആല ഇറക്കിയത് മലക്കുകളെ കൊണ്ട് അവരെ സഹായിച്ചു. فأنزل الله بعد ذلك سكينته ونصره على المؤمنين لكن جعل لهم ذلك الدرس ليعلموا أن النصر ليست بالكثرة وأن النصر إنما هو من عند الله. ആദ്യം അല്ലാഹു സുബ്ഹാനഹു വതആല അവരെ അതുകൊണ്ടൊരു പാഠം പഠിപ്പിച്ചു. അതായത് സ്വന്തം എണ്ണപ്പെരുപ്പത്തിൽ അവര് കാര്യങ്ങൾ മടക്കി, അതുകൊണ്ട് അവര് വിജയം നേടാമെന്ന് വിചാരിച്ചു. പക്ഷേ അല്ലാഹു സുബ്ഹാനഹു വതആല അവർക്ക് പഠിപ്പിച്ചു കൊടുത്തു, സഹായവും വിജയവും എണ്ണപ്പെരുപ്പത്തിലല്ല, നേരെ മറിച്ച് അത് അള്ളാഹുവിന്റെ അടുക്കൽ നിന്ന് മാത്രമാണ്. അപ്പൊ അവിടെ അവർക്ക് ആദ്യം പരാജയം നേരിട്ടു. പക്ഷെ അവിടെ അല്ലാഹു തആലയുടെ ഖദറിൽ അവര് എന്ത് ചെയ്യില്ല, അവര് അള്ളാഹുവിനെ കുറിച്ച് മോശമായി വിചാരിച്ചില്ല, മോശമായ ഒരു വിചാരം അവർ വെച്ചു പുലർത്തിയില്ല. وهكذا أي قدر كوني من البلاء ومرض وموت وفقر فإن الله عز وجل يريد به المؤمنين خيرا. ഏത് തരത്തിലുള്ള അള്ളാഹുവിന്റെ ഖദറാകട്ടെ, പരീക്ഷണങ്ങളാകട്ടെ, രോഗമാകട്ടെ, മരണമാകട്ടെ, ദാരിദ്ര്യമാകട്ടെ, പട്ടിണിയാകട്ടെ, അതുകൊണ്ടല്ല ഒരു മുഅ്മിനിന് അല്ലാഹു സുബ്ഹാനഹു വതആല ഖൈറാണ് ഉദ്ദേശിക്കുന്നത്. ഏത് തരത്തിലുള്ള പരീക്ഷണമാകട്ടെ അല്ലാഹു തആല അതുകൊണ്ട് ഒരു മുഅ്മിനിന് ഖൈറാണ് ഉദ്ദേശിക്കുന്നത്. എന്താണ് ദലീല്? അതൊന്ന് വേറെ കുറച്ചും കൂടെ വ്യക്തമായിട്ടുള്ള തെളിവ്. അജബൻ ലിൽ അംരിൽ മുഅ്മിൻ, അജബൻ ലി അംരിൽ മുഅ്മിൻ, ഒരു മുഅ്മിനിന്റെ കാര്യം വളരെ അത്ഭുതകരമാണ്. ഇന്ന അംറഹു കുല്ലഹു ഖൈർ, അവന്റെ എല്ലാ കാര്യവും ഖൈറാണ്. വലൈസ ദാക ലി അഹദിൻ ഇല്ലാ ലിൽ മുഅ്മിൻ, ഒരു മുഅ്മിനിനല്ലാതെ ആ ഒരു അവസ്ഥ ഉണ്ടായിരിക്കുന്നതല്ല. അവന്റെ ഏത് കാര്യമാകട്ടെ അവന് ഖൈറാണ്. ഇൻ അസാബത്ഹു സറ ശകറ, അവൻ എന്തെങ്കിലും സന്തോഷകരമായ ഒരു സംഗതി അവനുണ്ടായി കഴിഞ്ഞാൽ അതിന്റെ പേരിൽ അവൻ അള്ളാഹുവിന് ശുക്ർ ചെയ്യും. ഫകാന ഖൈറല്ല, അങ്ങനെ അത് അവന് ഖൈറായിത്തീരും. വൈൻ അസാബത്ഹു ദറ, ഇനി അവൻ എന്തെങ്കിലും ഉപദ്രവമോ അല്ലെങ്കിൽ പ്രയാസമോ അവന് ബാധിച്ചാൽ സബറ, ആ കാര്യത്തിൽ അവൻ സബർ ചെയ്യും. ഫകാന ഖൈറല്ല, അങ്ങനെ അത് അവന് ഖൈറായിത്തീരും. ഒരു മുഅ്മിന് എന്ത് സംഭവിച്ചാലും, എന്ത് മുസീബത്ത് ബാധിച്ചാലും അല്ലാഹു സുബ്ഹാനഹു വതആല അതുകൊണ്ട് അവന് ഖൈറാണ് ഉദ്ദേശിച്ചിട്ടുള്ളത് എന്ന് മനസ്സിലാക്കണം. അങ്ങനെ ആ മുസീബത്തിൽ സബർ ചെയ്യുക. ഇനി എന്തെങ്കിലും നിഅമത്തുകളാണെങ്കിൽ അതിന് അല്ലാഹുവിന് ശുക്ർ ചെയ്യുക. أن كل ما يريد الله عز وجل كونا للمؤمن أن فيه خير. ഇതാണ് കൗനിയായ അള്ളാഹുവിന്റെ ഖദറിൽ ഒരാൾ ഹുസ്നുള്ളവനായിരിക്കണം. ഇനി രണ്ടാമത്തെ അള്ളാഹുവിന്റെ ശർഈ ആയിട്ടുള്ള ഇറാദ ശർഈയ, അതിനും അള്ളാഹുവിനെ സംബന്ധിച്ച് അവൻ ഹുസ്നുള്ളവനുള്ളായിരിക്കണം. വഹുസ്നുദ്ദൻ ബില്ലാഹ് ഫിൽ ഇറാദ ശർഈയ, ഇറാദ ശർഈയ എന്ന് പറഞ്ഞാൽ അൻ തഅതഖിദ് أن الله سبحانه وتعالى ما شرع لنا وأوجب علينا وحرم علينا إلا ما كان فيه خير لنا مصلحة راجحة أو كلية وما نهى إلا عما فيه مفسدة راجحة أو كلية فهذا حسن الظن بالله بالإرادة الشرعية. فشرعية ആയിട്ടുള്ള അല്ലാഹുവിന്റെ ഇറാദത്ത്, അല്ലാഹുവിന്റെ ഉദ്ദേശം, അതിലെങ്ങനെയാണ് ഒരു വ്യക്തി ഹുസ്നുള്ളവനായിരിക്കുക? അതായത് അൻ തഅതഖിദ്, നീ വിശ്വസിക്കണം, അന്നല്ലാഹ സുബ്ഹാനഹു
മാ ശറഅ ലനാ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ മേലെ ഒരു കാര്യവും നിയമമാക്കിയിട്ടില്ല, ശറഅക്കിയിട്ടില്ല. വഔജബ അലൈന, നമ്മുടെ മേലെ ഒരു കാര്യവും വാജിബാക്കിയിട്ടില്ല. വഹറമ അലൈന, നമ്മുടെ മേലെ ഒരു കാര്യവും ഹറാമാക്കിയിട്ടില്ല. ഇല്ലാ മാ കാന ഫീഹി ഖൈറുൻ ലനാ, ആ കാര്യങ്ങളിൽ നമുക്ക് ഖൈറുണ്ടായിട്ടല്ലാതെ. അപ്പോൾ അല്ലാഹു തആല നമ്മുടെ മേലെ ഒരു കാര്യം നിയമമാക്കി, നിർബന്ധമാക്കി, വാജിബാക്കി, അല്ലെങ്കിൽ ഒരു കാര്യം അല്ലാഹു തആല നമ്മുടെ മേലെ ഹറാമാക്കി. അപ്പൊ നമ്മുടെ വിശ്വാസം എന്തായിരിക്കണം? ആ കാര്യങ്ങൾ നമ്മൾക്ക് ഖൈറായത് കൊണ്ടാണ് അല്ലാഹു തആല നമ്മുടെ മേലെ വാജിബാക്കിയത്. ആ കാര്യം നമുക്ക് ഷർറായത് കൊണ്ടാണ്, അല്ലെങ്കിൽ ഷർറായത് കൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ മേലെ അത് ഹറാമാക്കിയത് എന്നായിരിക്കണം അവൻ വിശ്വസിക്കേണ്ടത്. ഒന്നുകിൽ മസ്ലഹ റാജിഹ, അതായത് രണ്ട് ഗുണങ്ങളുള്ളതിൽ ഏറ്റവും അധികം ഗുണമുള്ളതായിരിക്കാം, അല്ലെങ്കിൽ മൊത്തമായി കൊണ്ട് ഗുണമായിരിക്കും. അല്ലെങ്കിൽ ഇനി ഫസാദിന്റെ വിഷയമാണെങ്കിൽ, അല്ലാഹു തആല ഹറാമാക്കിയ വിഷയമാണെങ്കിൽ, ഒന്നുകിൽ മഫ്സദ റാജിഹ, റാജിയായിട്ടുള്ളത് ഏറ്റവും കൂടുതൽ എന്തായിരിക്കും, അതുകൊണ്ട് ഫസാദ് ഉണ്ടാകും എന്നുള്ളതായിരിക്കും, അതുകൊണ്ട് അല്ലാഹു തആല അത് ഹറാമാക്കി. അല്ലെങ്കിൽ മൊത്തമായി കൊണ്ടത് ഫസാദായിരിക്കും. അപ്പൊ ഈ ഒരു കാര്യം കൊണ്ടാണ് അല്ലാഹു തആല തങ്ങളുടെ മേലെ, എന്റെ മേലെ ഈ ഒരു സംഗതി ഹറാമാക്കിയത് അല്ലെങ്കിൽ വാജിബാക്കിയത് എന്നതാണ് അല്ലാഹുവിന്റെ ശർഈ ആയിട്ടുള്ള ഇറാദത്തിലുള്ള ഹുസ്നുദ്ദൻ ബില്ലാഹ്. ഫല്ലദീ യഅ്തഖിദ് അന്ന അല്ലാഹ ലിമാദാ ഔജബ അലൈനാ അസ്സലാ 5 മർറാത്ത്, ഒരു വ്യക്തി ചിന്തിക്കുകയാണ്, അല്ലെങ്കിൽ അവൻ വിശ്വസിക്കുന്നു, അല്ലാഹു തആല എന്തിനാണ് ദിവസവും 5 നേരത്തെ നമസ്കാരം എന്റെ മേലെ വാജിബാക്കിയത്? അവൻ വിശ്വസിക്കാൻ എന്താണ്? 5 നേരത്തെ അല്ലാഹു തആല നമസ്കാരം എന്റെ മേൽ നിർബന്ധമാക്കി, അതെന്തിനു വേണ്ടിയാണ്? അത് കാരണത്താൽ അവന് തഅബാണ്, ക്ഷീണം അല്ലെങ്കിൽ മറ്റു പ്രയാസങ്ങളാണ്, അതുകൊണ്ട് അല്ലാഹു തആല ഉദ്ദേശിക്കുന്നത് എന്നൊരു വ്യക്തി വിചാരിക്കുകയാണെങ്കിൽ അത് അല്ലാഹുവിനെ സംബന്ധിച്ച മോശമായ വിചാരമാണ്. അല്ലാഹുവിനെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ഇബാദത്തിന് ആവശ്യക്കാരനല്ല. വല്ലാഹുൽ ഗനിയുൽ ഹമീദ്, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ ആശ്രയിക്കുന്നവനല്ല, ഒരാളെയും ആശ്രയിക്കാത്തവനാണ്. ലിമാദാ ഔജബ അല്ലാഹു അലൽ ഇബാദ് കദാ വകദാ വഹറമ അലൈഹിം കദാ വകദാ. അപ്പോൾ നോമ്പ്, അതുപോലെ മറ്റ് ഹജ്ജ്, സക്കാത്ത്, ഇതെല്ലാം അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ മേലെ നിർബന്ധമാക്കിയത് അല്ലാഹുവിന് അതുകൊണ്ട് എന്തെങ്കിലും ഗുണമുണ്ടായിട്ടല്ല, അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യം നമ്മുടെ മേലെ ഹറാമാക്കിയത് അല്ലാഹു തആലക്ക് അതുകൊണ്ട് എന്തെങ്കിലും ഗുണമുണ്ടായിട്ടല്ല. നേരെ മറിച്ച് അൽ ഇൻസാൻ ഹുവൽ മുഹ്താജ്, ഹുവൽ മുഹ്താജ്, അല്ലാഹു തആല എല്ലാത്തിനും ആവശ്യക്കാരൻ, നേരെ മറിച്ച് മനുഷ്യനാണ്, നമ്മളാണ് ആ ഇബാദത്തിന് ആവശ്യക്കാരായിട്ടുള്ളത്. ഇദാ ഇഅ്തഖദ അൽ ഇൻസാൻ ബഅദ ഹാദിഹിൽ വസാവിസ് ഫഇന്നഹു യുസീഉ الظن ബില്ലാഹി സുബ്ഹാനഹു വ തആല. അപ്പോൾ ഇങ്ങനെ എന്തെങ്കിലും ഒരു വസ്വാസുകൾ ഒരു മനുഷ്യനിൽ ഉണ്ടായി കഴിഞ്ഞാൽ തീർച്ചയായും അവൻ അല്ലാഹുവിനെ സംബന്ധിച്ച് മോശമായ വിചാരം വെക്കുന്നവനാണ്. എന്തുകൊണ്ടാണ് ഒരു മാസം മുഴുവൻ റമദാനിൽ മൊത്തം രാത്രി, പകൽ മുതൽ രാത്രി വരെ അല്ലാഹു തആല നമ്മുടെ മേലെ നോമ്പ് നിർബന്ധമാക്കി, ശരീരം ക്ഷീണിച്ചു പോകും, അതിനു വേണ്ടിയിട്ടാണ്? അല്ലെങ്കിൽ അങ്ങനെയുള്ള മോശമായ വിചാരം അല്ലാഹുവിനെ സംബന്ധിച്ചിട്ടുള്ള സൂദനിൽപ്പെട്ടതാണ്. عند ذلك يكون العبد مسيئا بربه الظن. അങ്ങനെ വിചാരിച്ചു കഴിഞ്ഞാൽ അവിടെ ആ അടിമ അല്ലാഹുവിനെ സംബന്ധിച്ച മോശമായ, തന്റെ റബ്ബിനെ സംബന്ധിച്ച് മോശമായ വിചാരമുള്ളവനായിട്ട് അവൻ മാറും. طيب ومن اعظم اساءة الظن نفي الاسماء والصفات. അല്ലാഹുവിനെ സംബന്ധിച്ച് മോശമായ വിചാരത്തിൽ ഏറ്റവും ഗുരുതരമായതാണ് അല്ലാഹുവിന്റെ അസ്മാകളെയും സിഫാത്തുകളെയും നിഷേധിക്കൽ. الذي يظن أن الله بلا أسماء أو أن الله بلا صفات. അല്ലാഹു തആലക്ക് പേരുകളില്ല, അല്ലാഹു തആലക്ക് സിഫാത്തുകളില്ല എന്നൊരു വ്യക്തി വിചാരിച്ചു കഴിഞ്ഞാൽ വഹാദാ മിൻ സൂഇ الظن ബില്ലാ, അല്ലാഹുവിനെ സംബന്ധിച്ച മോശമായ വിചാരത്തിൽപ്പെട്ടതാണ്. الذي يعتقد أنه لا جزاء في الآخرة ولا حساب. ഇനി വേറെ വ്യക്തി വിചാരിക്കുകയാണ്, ഖിയാമത്ത് നാളില് അല്ലെങ്കിൽ ആഖിറത്തില് വിചാരണയോ ശിക്ഷയോ ഇല്ല, പ്രതിഫലം നൽകപ്പെടുകയില്ല, വിചാരണയില്ല എന്നൊരാൾ വിചാരിച്ചാൽ ഹാദാ മിൻ സൂഇ الظن ബില്ലാ, അല്ലാഹുവിനെ സംബന്ധിച്ച മോശമായ വിചാരമാണ്. കാരണം എന്താണ്? എന്തുകൊണ്ടാണ് സൂഇ الظن പെട്ടതാണെന്ന് പറയുന്നത്? അല്ലാഹുവിനെ സംബന്ധിച്ച് അങ്ങനെ വിചാരിച്ചു കഴിഞ്ഞാൽ അവൻ വിചാരിക്കുന്നത് എന്താണ്? അന്നല്ലാഹ ഖലഖൽ ഖൽഖ സുദൻ വഹമലൻ. അല്ലാഹു തആല ഈ സൃഷ്ടികളെ സൃഷ്ടിച്ചത് വെറുതെയാണ്, ഒരു ഹിക്മത്തുമില്ലാതെയാണ് അല്ലാഹു തആല ഈ പ്രപഞ്ചത്തെ സൃഷ്ടിച്ചിട്ടുള്ളത് എന്നതാണ് അവൻ വിചാരിക്കുന്നത്. അല്ലദീ യഅ്തഖിദ്
أن يوم القيامة النار تفنى والجنة تفنى وأن الله يعذب أولياءه الذين عصوا وهم موحدون هذا من سوء الظن بالله. അതായത് സ്വർഗം അവസാനിക്കും, അത് നശിച്ചു പോകും, നരകം നശിച്ചു പോകും, അള്ളാഹു തആല അവന്റെ ഔലിയാക്കളെ അവൻ ശിക്ഷിക്കും, അതുപോലെ അവനോട് തിന്മ ചെയ്തവരെ അവൻ മുവഹിദീങ്ങളായിട്ടുള്ളവരെ അവൻ ശിക്ഷിക്കും. ഇങ്ങനെയുള്ള വിചാരം അള്ളാഹുവിനെ സംബന്ധിച്ച മോശമായ വിചാരത്തിൽപ്പെട്ടതാണ്. അപ്പം ആ കാര്യത്തിൽ ഏറ്റവും ഗുരുതരമായിട്ട് ആ കാര്യത്തിൽ അള്ളാഹുവിനോട് സുഹൃത്ത് വെച്ച് പുലർത്തുന്ന കക്ഷികളാണ് അൽ ഖവാരിജ്. അൽ ഖവാരിജ് മിൻ അഹ്ലി ദന്നി സൂ ലിഅന്നഹും യഅ്തഖിദൂൻ അന്ന സാഹിബൽ മഅസിയ മുഖല്ലദുൻ ഫിന്നാർ. കാരണം അവരുടെ വിചാരം എന്താണ്? മഅസിയത്ത് ചെയ്ത ആളുകളെല്ലാം നരകത്തിലാണ് എന്നാണ് ഖവാരിജുകളുടെ വിശ്വാസം. മഅസിയ നരകത്തിൽ നിത്യവാസികളാണെന്നാണ് അവർ വിചാരിക്കുന്നത്. അവൻ മുവഹിദാണെങ്കിലും മാദാമ അന്നഹു സാഹിബ് മഅസിയ വാഹിദ മുഖല്ലദ് ഫിന്നാർ, ആ വ്യക്തി ഒരു മുവഹിദാണെങ്കിൽ പോലും ഈ തിന്മ പ്രവർത്തിച്ചവനാണെങ്കിൽ അവൻ നരകത്തിൽ നിത്യവാസിയായിരിക്കും. അപ്പം അള്ളാഹുവിനെ സംബന്ധിച്ച മോശമായ വിചാരത്തിൽപ്പെട്ടതാണത്. അതാ മിൻ സൂഇ ദൻ ബില്ലാഹി അസ്സ വജൽ. അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ മുവഹിദുകളായ തൗഹീദുള്ള അവന്റെ അടിമകളെ നരകത്തിൽ എന്നേക്കുമായി കൊണ്ട് ശിക്ഷിക്കും എന്നുള്ള വിചാരം അള്ളാഹുവിനെ സംബന്ധിച്ച മോശമായ വിചാരത്തിൽപ്പെട്ടതാണ്. ഇതാണ് ഖവാരിജുകളുടെ വിശ്വാസം. അതേപോലെ തന്നെ നേരെ എതിരായിട്ടുള്ള കക്ഷികളാണ് അൽ മുർജിയ. അവരും അല്ലാഹു തആലയോട് സുഹൃത്തുള്ള വിഭാഗങ്ങളാണ്. അതായത് യഅ്തഖിദൂന അന്നൽ അബ്ദു ലൗ അമില മാ അമൽ മിനൽ മുൻകറാത്ത് വൽ മആസി വൽ ആസാം, ഒരു അടിമ അവൻ എന്ത് തന്നെ തിന്മകൾ ചെയ്താലും, എത്രത്തോളം തിന്മകൾ ചെയ്താലും അവന്റെ ഈമാൻ ജിബ്രീൽ അലൈഹി ഇസ്ലാമിന്റെ ഈമാൻ പോലെയാണ് എന്ന് വിശ്വസിക്കുന്നവരാണ് മുർജിയാക്കൾ. അത് ഈമാൻ യാതൊരു കോട്ടവും സംഭവിക്കുന്നതല്ല, ഈമാൻ കൂടുകയില്ല കുറയുകയില്ല. അപ്പൊ അവരുടെ വിശ്വാസം എന്താണ്? അങ്ങനെ എത്രത്തോളം തിന്മ ചെയ്താലും അല്ലാഹു സുബ്ഹാനഹു വ തആല അവനെ ആദരിക്കും. കാരണം അവന്റെ ഈമാൻ ഒരു കോട്ടമല്ല, ജിബ്രീൽ അലൈഹി ഇസ്ലാമിന്റെ ഈമാൻ പോലെയാണ് അവരുടെ ഈമാൻ എന്ന് വിശ്വസിക്കുന്നതുകൊണ്ട് അല്ലാഹു തആല അവനെ ആദരിക്കും. വഹാദ മിൻ സൂഇ ദൻ ബില്ലാഹി അസ്സ വജൽ, അതും അള്ളാഹുവിനെ സംബന്ധിച്ച മോശമായ വിചാരത്തിൽപ്പെട്ടതാണ്. അതായത് അന്നല്ലാഹ മാ സയുഅദ്ദിബു അദാ, അള്ളാഹുവിന്റെ ശത്രുക്കളെ അല്ലാഹു തആല ശിക്ഷിക്കുകയില്ല എന്നുള്ള വിചാരമാണ്. അള്ളാഹുവിനോട് തിന്മ ചെയ്തവരെ അല്ലാഹു തആല ശിക്ഷിക്കുകയില്ല എന്ന വിചാരം അത് അള്ളാഹുവിനെ സംബന്ധിച്ച മോശമായ വിചാരത്തിൽപ്പെട്ടതാണ്. ഖവാരിജുകളുടെ കാര്യം പറഞ്ഞതുപോലെ തന്നെ ഇതും സൂദനിൽപ്പെട്ടതാണ്. وهكذا على الإنسان أن يفتش عن نفسه في كل صغيرة وكبيرة في كل بلاء تبتلى به. ഓരോ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവൻ സ്വന്തം നഫ്സിനെ പരിശോധിക്കേണ്ടതാണ്. ഓരോ ചെറിയ കാര്യങ്ങളിലും വലിയ കാര്യങ്ങളിലും അവന് ബാധിക്കുന്ന ഏത് പരീക്ഷണങ്ങളിലും സ്വന്തം നഫ്സിനെ അവൻ പരിശോധിക്കുക. ബലിൽ മുഅ്മിൻ ലമ്മ യറാ അന്ന അല്ലാഹ ഹദാഹു ലിത്തൗഹീദ് മിൻ ബൈനി മലായിനിൻ നാസ് ووفقك لطلب العلم ولفهم السنة والدعوة إلى ذلك وهذا يورثه حسن الظن بالله. ഒരു മനുഷ്യൻ അവൻ വിചാരിക്കുകയാണ്, ഒരു മുഅ്മിൻ, അതായത് അല്ലാഹു സുബ്ഹാനഹു വ തആല മില്യൺ കണക്കിന് ആളുകളുടെ കൂട്ടത്തിൽ നിന്ന് തനിക്ക് തൗഹീദിന്റെ ഹിദായത്ത് നൽകി, അതേപോലെ തന്നെ മില്യൺ കണക്കിന് ആളുകളിൽ നിന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല തനിക്ക് തൊലബുൽ ഇൽമിന് വേണ്ടി തൗഫീഖ് നൽകി, സുന്നത്ത് മനസ്സിലാക്കാൻ തൗഫീഖ് നൽകി, ദഅവത്തിലേക്ക് തൗഫീഖ് നൽകി. ഇങ്ങനെയുള്ള വിചാരം തീർച്ചയായും അള്ളാഹുവിനെ സംബന്ധിച്ച ഹുസ്നു ദന്നിനെ കൊണ്ടുവരും. ഒരുപാട് മനുഷ്യരുടെ കൂട്ടത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല എന്താണ് കോടിക്കണക്കിന് മനുഷ്യരിൽ നിന്ന് അല്ലാഹു തആല എനിക്ക് ഇസ്ലാമിലേക്ക് ഹിദായത്ത് നൽകി, അതുപോലെ സുന്നത്ത് മനസ്സിലാക്കാൻ ഹിദായത്ത് നൽകി, തൊലബുൽ ഇൽമിന് തൗഫീഖ് നൽകി, മറ്റാർക്കും നൽകിയിട്ടില്ലാത്ത പല നിഅമത്തുകളും അല്ലാഹു സുബ്ഹാനഹു വ തആല തനിക്ക് നൽകി എന്നൊരു വ്യക്തി മനസ്സിലാക്കി കഴിഞ്ഞാൽ അത് അള്ളാഹുവിനെ സംബന്ധിച്ച ഹുസ്നു തന്നെ കൊണ്ടുവരും. فلما يتفكر الإنسان في نعم الله سبحانه وتعالى يحسن الظن بربه. അള്ളാഹുവിന്റെ നിഅമത്തുകളെ സംബന്ധിച്ച് ഒരു മനുഷ്യൻ ചിന്തിക്കുകയാണെങ്കിൽ തീർച്ചയായും തന്റെ റബ്ബിനെ കുറിച്ച് അവന് ഹുസ്നു ദന്നായിരിക്കും. فسوء الظن بالله خلل في التوحيد هذا هو الخلاصة. ഈ ബാബിന്റെ ഒരു ഖുലാസ, ഒരു ബ്രീഫ് എന്ന് പറയുന്നത് അള്ളാഹുവിനെ സംബന്ധിച്ചിട്ടുള്ള മോശമായ വിചാരം തൗഹീദിൽ സംഭവിക്കുന്ന ന്യൂനതയാണ്, പോരായ്മയാണ്. ഇലാഹു സുബ്ഹാനഹു വ തആല